ശരി, ഇപ്പോൾ പ്രൊഫസർ ജോസുകുട്ടി കൂടി ചേരുന്നുണ്ട്. സർ, ഞങ്ങൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്നത് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് എന്നുള്ളതാണ്. അതായത് അമേരിക്ക ബോംബിട്ട് തകർത്തു എന്ന് പറയുന്ന അതേ ആണവ നിലയങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ തന്നെ അമേരിക്ക ഉന്നയിച്ച അവകാശവാദങ്ങളിൽ നിന്ന് അല്പം പിന്നോട്ട് പോന്നിരുന്നു. ഒരുപക്ഷെ ഇന്നും ആക്രമണം നടത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ ആക്രമണമായിരുന്നില്ല അമേരിക്കയ്ക്ക് അവിടെ നടത്താൻ സാധിച്ചത് എന്ന സംശയമുണ്ടാകാം. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഈ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയമൊക്കെ നീക്കം ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു ആക്രമണം മുന്നിൽ കണ്ട അമേരിക്ക. ഇങ്ങനെയുള്ള രണ്ട് റിപ്പോർട്ടുകളാണ് പ്രധാനപ്പെട്ടതായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ശ്രീ ജോസൂട്ടി, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞുകൊള്ളൂ. എന്റെ അഭിപ്രായത്തിൽ സർ കേൾക്കാം. ഇപ്പോൾ നടത്തുവാനുള്ള കാരണം പരമാവധി ഇറാനെ ദുർബലപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം ഇതിലുണ്ടായിരിക്കും. അപ്പൊ ഇറാനെ ദുർബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു കാരണമായി നമുക്ക് കാണാം. കാരണം അങ്ങനെ ഒരു ആക്രമണത്തിന്റെ ലക്ഷ്യം ഇറാന്റെ സർവശേഷി നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇസ്രായേലിന്റെ ഇറാനെതിരെയുള്ള ആക്രമണം കേവലം ആയുധ പുരകൾക്കെതിരെയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ സംഘങ്ങൾക്കെതിരെയോ മാത്രമായിരുന്നില്ല. മറിച്ച് ഇറാന്റെ ആശുപത്രികൾ, റിഫൈനറികൾ, അതിനോടൊപ്പമാണ് ന്യൂക്ലിയർ സംവിധാനങ്ങളും ആക്രമിച്ചത്. അപ്പം ഇറാനെ എല്ലാ അർത്ഥത്തിലും ദുർബലമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതൊരു വശത്ത്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഈ സമ്മർദ്ദം നിലനിർത്തുന്നു? ഈ സമ്മർദ്ദം നിലനിർത്തി ഇറാനെ പരമാവധി ദുർബലമാക്കിയാൽ മാത്രമേ ഇറാനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള കരാർ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കേവലം ന്യൂക്ലിയർ സ്റ്റേഷൻസിനേക്കാൾ ഉപരിയായി മറ്റടിസ്ഥാന സൗകര്യ മേഖലകളൊക്കെ ആക്രമിക്കുന്നത്. ഇന്ന് ജയിൽ ആക്രമിച്ചിട്ടുണ്ട്. ജയിൽ ആക്രമിക്കുന്നതിന് വേറൊരു പ്രത്യേക ലക്ഷ്യം കൂടി ഉണ്ട്. അതായത് അവിടെ ഇറാൻ ഭരണകൂടത്തെ മാറ്റി ഒരു പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരണമെന്ന് ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകണം. ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ ഖൊമേനി ഭരണകൂടത്തിനെ എതിർക്കുന്ന, ഇസ്ലാമിക ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട്. അവരിലെ പ്രധാനികളെല്ലാം പല ജയിലുകളിൽ കഴിയുകയാണ്. അപ്പൊ ജയിലുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ പുറത്തു വരികയും അങ്ങനെ ആ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുവാൻ കഴിയുമോ എന്നുകൂടി പരിശോധിക്കുന്നതായിരിക്കാം ജയിലുകൾ ആക്രമിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം. ഇത് മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ രഹസ്യ വിവരങ്ങൾ കൈമാറിയവരവിടെ ഉണ്ടാകാം. ഖൊമേനിക്കും മറ്റുമൊക്കെ എതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവരെ എല്ലാവരെയും സംഘടിപ്പിക്കണം. അപ്പം വിവിധ തലങ്ങളിലുള്ള ലക്ഷ്യമാണ്. കേവലം ന്യൂക്ലിയർ സ്റ്റേഷനിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഫലപ്രദമായിട്ടില്ല എന്നത് മാത്രമായിരിക്കില്ല ലക്ഷ്യം. ഇറാനെ സർവ്വവിധേനയും ദുർബലമാക്കി തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് അക്രമത്തിൽ എവിടെയെങ്കിലും അയവ് വന്നു കഴിഞ്ഞാൽ ഇറാന് അതൊരു ശ്വാസം വിടാനുള്ള ഒരു സമയമായി കിട്ടും. അങ്ങനെ ഒരു രീതിയിലും ഇറാനെ ശ്വാസം വിടാൻ അനുവദിക്കാതെ പരമാവധി സമ്മർദ്ദത്തിലാക്കി അവരുടെ ആയുധപുരകളും മിസൈൽ ശേഖരവും ഒക്കെ ഇല്ലാതാക്കി ദുർബലമാക്കി ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് വെറുതെ ഒപ്പിടിക്കാൻ തക്ക രീതിയിൽ ഇറാനെ ഒരു പരുവമാക്കുക എന്നുള്ളതായിരിക്കാം ഇസ്രായേലും അമേരിക്കയും കൂടെ സംഘമായി ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു ലക്ഷ്യം ഇറാന് വലിയ കാര്യമായി ഇസ്രായേൽ ഈ കാര്യത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇറാൻ നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ടല്ലോ. അവിടേക്ക് മിസൈലുകളും മറ്റുമൊക്കെ കുറെ അയക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രതികാരം അല്ലെങ്കിൽ അതിന് പ്രതികരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കേളികെട്ട രാജ്യത്തിന്റെ സൈനിക ശേഷിയെ ഇറാന് മുന്നിൽ അടിയറ വയ്ക്കുന്നതായി വരില്ലേ? അപ്പം അത്തരത്തിലുള്ള തന്ത്രപരവും അതുപോലെ തന്നെ ഇറാനെ ദുർബലമാക്കുവാനുള്ള ലക്ഷ്യങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് പറയട്ടെ. അമേരിക്കയുടെ എല്ലാ സമ്മതവും അറിവും ഇല്ലാതെ
ഈ അക്രമം ഇസ്രായേലിൽ നടത്തുവാൻ സാധിക്കില്ല. ആ ഒരു വശത്ത് അമേരിക്കയുടെ സമ്മതവും മറുവശത്ത് അമേരിക്കയുടെ ആയുധങ്ങളും, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ രാജ്യങ്ങളുടെ സമ്മതവും ഒക്കെ ഇതിന് ആവശ്യമാണ്. പ്രദേശത്തെ രാജ്യങ്ങളെല്ലാം തന്നെ അവരെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണെങ്കിലും ഇറാനെ ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും അവർക്ക് മുകളിലുള്ള ഒരു രാജ്യമായി, അവരെക്കാൾ ശേഷിയുള്ള ഒരു സൈനിക രാഷ്ട്രമായി, ന്യൂക്ലിയർ ശേഷിയുള്ള ഒരു രാഷ്ട്രമായി, അല്ലെങ്കിൽ ഇസ്ലാമിക് വേൾഡിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക്, ഉദാഹരണമായിട്ട് ഇറാൻ ആണവശേഷി കൈവരിച്ചാൽ സ്വാഭാവികമായും ഇറാൻ ആയിരിക്കും ഇസ്ലാമിക് വേൾഡിലെ, അറബ് വേൾഡിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതാവായി മാറുക. അവർക്ക് ആ ഒരു ഭൗമ രാഷ്ട്രീയ മേഖലയിൽ ഒരു മേധാവിത്വം വരികയും സൗദി അറേബ്യ, ടർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ വലിയ ഇസ്ലാമിക താല്പര്യം സംരക്ഷിക്കുന്ന രാജ്യമായി ഇറാൻ മാറുന്നത് അയൽപക്ക രാജ്യങ്ങൾക്ക് ഒട്ടും സൂചിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവരൊക്കെ ഒരു ആലങ്കാരികമായ വിമർശനത്തിനപ്പുറത്ത് എല്ലാം പരിഹരിക്കണം, സമാധാനപരമായി പരിഹരിക്കണം, ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് കാര്യമായ എന്തെങ്കിലും സൈനിക സഹായമോ ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, മറ്റു വൻശക്തികളായിട്ടുള്ള റഷ്യയും ചൈനയും ഒക്കെ ഇറാനോട് താല്പര്യമുണ്ടെങ്കിലും അവരെന്ത് സൈനിക ഭൗതിക സൗകര്യമാണ് ആയുധങ്ങൾ കൊണ്ടോ അർത്ഥം കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ ഇറാനി ചെയ്തത്? എന്റെ അഭിപ്രായത്തിൽ അവരാരും ഒന്നും തന്നെ ചെയ്യുവാൻ പോകും. അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യയുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി. ഇറാന്റെ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി. അതിൽ റഷ്യ പുടിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം മനസ്സിലാക്കുമ്പോൾ അതിൽ ഒന്ന്, ഈ ഇറാനെ ആക്രമിച്ച അമേരിക്കയുടെ നടപടി ശരിയായില്ല എന്ന് വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം ഞങ്ങൾ ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് എന്ന പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കടത്തി പറയാൻ, നേരത്തെ നമുക്കറിയാമല്ലോ ഈ ആക്രമണത്തിന് മുമ്പ് അമേരിക്ക ആക്രമിക്കരുത്, ആക്രമിച്ചാൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്ന കടുത്ത ഭാഷയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും അത് മയപ്പെട്ടോ എന്നാണ് സംശയിക്കുന്നത്. തീർച്ചയായിട്ടും റഷ്യ വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. റഷ്യക്ക് സൈനിക ശേഷി ഇല്ല എന്നല്ല പറയുന്നത്, അവർക്ക് വലിയ ന്യൂക്ലിയർ സൈനിക ശേഷി ഉണ്ട്. പക്ഷെ അവരിപ്പോൾ ഒരു യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ അവര് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വലിയൊരു തിരിച്ചടി അവരുടെ പല സൈനിക കേന്ദ്രങ്ങളിലും യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ അറ്റാക്കിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവർ. ആ ഒരു സാഹചര്യത്തിൽ എന്ത് സഹായമാണ് ഇറാന് കൊടുക്കാൻ അവർക്ക് കഴിയുക? ഒരു കാര്യം ഉറപ്പാണ്, അവർ ഇറാനിൽ നിന്നാണ് ഡ്രോണുകൾ മേടിച്ച് യുക്രൈനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം എങ്ങനെയാണ് ഇറാനെ സൈനികമായി സഹായിക്കാൻ കഴിയുക? അതിനൊരു സാധ്യതയുമില്ല. ഒരു പരിധിക്കപ്പുറത്ത് വിമർശിക്കുവാൻ പോലും റഷ്യ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അത് റഷ്യയുടെ ഒരു ദുർബല അവസ്ഥയാണ് കാണിക്കുന്നത്. മാത്രവുമല്ല, എങ്ങനെയാണ് സിറിയയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായത്? റഷ്യൻ പിന്തുണയിലായിരുന്നല്ലോ അവിടെ ബഷീർ ഭരണകൂടം നിലനിന്നിരുന്നത്. ആ ബഷീർ ഭരണകൂടത്തെ എടുത്തു കളഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ റഷ്യക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ലെന്ന്. റഷ്യ സിറിയയിൽ നിന്ന് അവരുടെ സൈന്യത്തെ പിൻവലിച്ചു, അവരുടെ അത്യാധുനിക വിമാനങ്ങളും സംവിധാനങ്ങളും അവിടുന്ന് പിൻവലിച്ചു. എന്ന് പറഞ്ഞാൽ റഷ്യക്ക് സിറിയയിലെ ഒരു ഭരണമാറ്റത്തെ പോലും തടയാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്ന സിറിയയിലെ ഭരണമാറ്റത്തെ തടയുവാൻ റഷ്യക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ സൈനിക സാന്നിധ്യം അവർ പിന്തുണയ്ക്കുന്നുണ്ട് ആശയപരമായും മറ്റുമൊക്കെ. എങ്ങനെ സഹായിക്കാൻ കഴിയും? അതിനുള്ള ഒരു രാഷ്ട്രീയ സൈനിക സാഹചര്യത്തിലല്ല റഷ്യ ഇന്ന്. അതുകൊണ്ടാണ് ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി നേരിട്ട് റഷ്യയിൽ ചെന്ന് ചർച്ച നടത്തിയിട്ടും പ്രത്യേകിച്ചൊരു പ്രസ്താവനയ്ക്കപ്പുറത്ത് ഒന്നും സംഭവിക്കാതിരുന്നത്. ഇനി പൊതുജനം അറിയാതെ, ലോകരാഷ്ട്രീയം അറിയാതെ മറ്റെന്തെങ്കിലും സഹായം ചെയ്യുമോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇറാന്റെ ജനതയോടൊപ്പം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന നാശനഷ്ടങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ചൈനയുടെ നിലപാട്. ചൈന ഇറാന്റെ വലിയൊരു പങ്കാളിയാണ്. ഈ അടുത്ത സമയത്താണ് ചൈന സൗദി അറേബ്യയും ഇറാനെയും കൂടെ ഒന്ന് യോജിപ്പിക്കുവാൻ ശ്രമിച്ചത്. കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ റൈവൽറി, വൈര്യം എന്ന് പറയുന്നത് അറബ് വൈര്യം വേഴ്സസ് പേർഷ്യൻ വൈര്യമാണ്. അതായത് ഷിയ സുന്നി വൈര്യം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കാം. ഇതിന്റെ പേരിൽ അവർ പരസ്പരം കലഹിച്ചിരുന്നു. ഇതിന്റെ പേരിൽ അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനും അല്ലെങ്കിൽ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും കൂട്ടായ ഒരു നടപടി ഇസ്രായേലിനെതിരെയോ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയോ എടുക്കുവാൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ചൈന ഇടപെട്ട് ഇവരെ യോജിപ്പിച്ചപ്പോൾ, അങ്ങനെ അവർ യോജിച്ചാൽ
അമേരിക്കയുടെ താല്പര്യങ്ങൾ, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അവിടെ ഒരു കാരണവശാലും സംരക്ഷിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് ഈ അറ്റാക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു മാസം മുമ്പ് നമ്മുടെ ട്രംപ് വന്നത് എവിടെയാണ്? സൗദി അറേബ്യ, UAE, സിറിയ, അതുപോലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളാണ് ഇവരെല്ലാം. സൈനികമായി 40,000 പട്ടാളക്കാരാണ് 19 കേന്ദ്രങ്ങളിലായി പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ളത്. ഈ സൈനിക കേന്ദ്രങ്ങളെല്ലാം ഇറാന്റെ അക്രമ റേഞ്ചിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ധാരണ ഇവർ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇറാനെ ആക്രമിക്കുവാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുകൂടിയാണ് ഞാൻ പറയുന്നത്. അതിനെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇറാൻ ആണവശേഷി കൈവരിക്കുന്നതിനെ ഇസ്രായേൽ എതിർക്കുന്നത് പോലെ പരോക്ഷമായി മറ്റ് അവരുടെ പരിസരത്തിലുള്ള അയൽപക്കക്കാരായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളും എതിർക്കുന്നു എന്നതാണ് വസ്തുത. അതിന്റെ എല്ലാം കൂടെ ഒരു ആകെത്തുകയാണ് ഒരു അക്രമമായി ഇവിടെ ഒരു ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായും ആണവ നിലയങ്ങളിലുള്ള അക്രമമായും നിരന്തരമായിട്ടുള്ള ഇസ്രായേലിന്റെ അക്രമമായും ഒക്കെ പശ്ചിമേഷ്യയെ അളിക്കത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം. അങ്ങനെയെങ്കിൽ ശ്രീ മിഥുൻ